ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കോളാസ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഡേറ്റാ സെറ്റുകളെ ലോഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ എന്താണ് ഡേറ്റാ സെറ്റ്? വാട്ട് ഈസ് എ ഡേറ്റാ സെറ്റ്? ഒരു ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഡേറ്റയുടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ ഡേറ്റാ സെറ്റ് എന്ന് വിളിക്കുന്നത്. ടാബുലാർ ഫോമിലാണ് ഡേറ്റാ സെറ്റ് ഉണ്ടാവുക. അതിലെ ഓരോ റോസും ഓരോ റെക്കോർഡിനെയും ഓരോ കോളംസും ഓരോ വേരിയബിൾസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ഡേറ്റാ സെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആപ്പിൾ സ്റ്റോക്ക് പ്രൈസിൻ്റെ ഒരു ഡേറ്റാ സെറ്റാണ്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാം, ടാബുലാർ ഫോമിലാണ് നമ്മുടെ ഡേറ്റ ഇരിക്കുന്നത്. ഇതിനകത്ത് ഓരോ കോളംസ്, ഡേറ്റ്, ദെൻ ഓപ്പൺ പ്രൈസ്, ഹൈ, ലോ, ക്ലോസ്, അഡ്ജസൻറ്റ് ക്ലോസ്, അങ്ങനെയുള്ള കുറച്ച് കോളംസ് ഇതിനകത്തുണ്ട്. ഇതിലെ ഓരോ റോയും ഓരോ റെക്കോർഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഡേറ്റാ സെറ്റുകൾ ഉണ്ടാവുക. ഡേറ്റാ സെറ്റുകൾ പല ഫോർമാറ്റിലാണ് അല്ലെങ്കിൽ പല എക്സ്റ്റൻഷൻസിലാണ് ഉണ്ടാവുന്നത്. CSV ഫയൽസ് ഉണ്ട്, കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. അതുപോലെ എക്സൽ ഫയൽസ്. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു എക്സൽ ഫയലാണ്. ദെൻ JSON, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ, അതുമല്ലെങ്കിൽ SQL ഡേറ്റാബേസസ്. അങ്ങനെ പല തരത്തിലുള്ള ഡേറ്റാ സെറ്റുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു എക്സൽ ഡേറ്റാ സെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റാ സെറ്റുകളെ എങ്ങനെയാണ് നമുക്ക് ആറിലേക്ക് ലോഡ് ചെയ്യുക, ദെൻ ആ ഡേറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ആറിൽ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഡേറ്റാ സെറ്റുകളുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽറ്റ് ഇൻ ഡേറ്റാ സെറ്റുകൾ ആറിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഐറിസ് ഡേറ്റാ സെറ്റ്. ഐറിസ് ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഐറിസ് ഫ്ലവേഴ്സിൻ്റെ ഡേറ്റയാണ്. അതായത് 3 ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ഐറിസ് ഫ്ലവേഴ്സിൻ്റെ ഒരു ഡേറ്റാ സെറ്റാണ് ഐറിസ് ഡേറ്റാ സെറ്റ്. ഒരു ഡേറ്റാ സെറ്റിനെ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ, അതിനകത്ത് ആ ഡേറ്റാ സെറ്റിൻ്റെ പേര് കൊടുക്കുക, ഐറിസ്. ഇവിടെ ഐറിസ് എന്നുള്ളതാണ് നമ്മുടെ ഡേറ്റാ സെറ്റിൻ്റെ പേര്. ഇത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഡേറ്റാ സെറ്റ് ആയതുകൊണ്ട് നമുക്കതിനെ ഈ ഒരു രീതിയിൽ ലോഡ് ചെയ്തെടുക്കാം. ദെൻ ആ ഡേറ്റാ സെറ്റിനെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഐറിസ് ഡേറ്റാ സെറ്റിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് റോസും കോളംസും ആയിട്ടാണ് ഡേറ്റ ഇവിടെ വന്നിട്ടുള്ളത്. ഇതിലെ ഓരോ റോയും ഓരോ റെക്കോർഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ കോളംസ് നോക്കാം, ലെങ്ത്ത്, വിഡ്ത്ത്, ഇതൊക്കെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഡേറ്റാ സെറ്റുകളെ ലോഡ് ചെയ്തെടുക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എയർ ക്വാളിറ്റി ഡേറ്റ. ന്യൂയോർക്ക് സിറ്റിയിലെ എയർ ക്വാളിറ്റിയുടെ മെഷർമെൻറ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡേറ്റാ സെറ്റാണ് എയർ ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ ഒരു എയർ ക്വാളിറ്റി ഡേറ്റേനെയാണ് നമ്മൾ ലോഡ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ ഓഫ് എയർ ക്വാളിറ്റി, ഓക്കെ. യെസ്, ഇവിടെ കാണാം. ഇതിനകത്ത് ഓസോൺ, വിൻഡ്, ടെമ്പറേച്ചർ, അങ്ങനെ കുറച്ച് കോളംസ് ആണ് കാണുന്നത്. ഇതിനകത്ത് കുറച്ച് റോസ് ഉണ്ട്. സോ ഈ രീതിയിലാണ് നമ്മൾ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഡേറ്റാ സെറ്റുകളെ ലോഡ് ചെയ്തെടുക്കുന്നത്. ഇനി അതല്ല, നമ്മൾ സെപ്പറേറ്റ്ലി നമ്മുടെ കമ്പ്യൂട്ടറിനകത്തിരിക്കുന്ന മറ്റ് ഡേറ്റാ സെറ്റുകളെ എങ്ങനെയാണ് ലോഡ് ചെയ്യുക? അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഡേറ്റാ സെറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ്. കാഗിളിൽ വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഡേറ്റാ സെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. ഇവിടെ ഒരുപാട് ഡേറ്റാ സെറ്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റാ സെറ്റുകൾ ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയ സെൻറ്റിമെൻ്റ് അനാലിസിസ്, ഈ ഒരു ഡേറ്റാ സെറ്റിനെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്.
യെസ്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് CSV ഫയൽസ് കാണാം. കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആയിട്ടുള്ള ഫയൽസിനെ നമുക്ക് ഇതിനകത്ത് കാണാം. ഒളിമ്പിക്സ് ഡേറ്റ സെറ്റ്. ഇതിനെ ഇവിടെ ടെസ്റ്റ്, ട്രെയിൻ അതുപോലുള്ള കുറച്ച് ഫയൽസിനെ ഇവിടെ കാണാം. ഈ ടെസ്റ്റ് എന്നുള്ള ഡേറ്റേനെയാണ് ഞാൻ ഇവിടെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം മൈക്രോസോഫ്റ്റ് എക്സൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് CSV ആണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. ഈ ഒരു ഡാറ്റ സെറ്റിനെ എങ്ങനെയാണ് നമുക്ക് ആറിലേക്ക് ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പാത്ത് ഇവിടെ കോപ്പി ചെയ്യാണ്. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ പാത്ത് കോപ്പി ചെയ്യാണ്. കോപ്പി ആസ് പാത്ത്. ഓക്കെ, ദെൻ ആർ സ്റ്റുഡിയോയിലേക്ക് വരാം. ഇവിടെ റീഡ് ഡോട്ട് CSV എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ സെറ്റിനെ ലോഡ് ചെയ്യാം. CSV ഡേറ്റ സെറ്റിനെ ലോഡ് ചെയ്യാം. ഞാൻ കോപ്പി ചെയ്ത പാത്തിനെ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. റീഡ് ഡോട്ട് CSVയുടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കോപ്പി ചെയ്തിട്ടുള്ള പാത്തിനെ പേസ്റ്റ് ചെയ്യാണ്. ഈ സ്ലാഷ് മാറ്റാം, നമുക്ക് / ആക്കാം. എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. യെസ്, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാത്തിൽ കിടക്കുന്ന ഡേറ്റ സെറ്റിനെ നമുക്ക് ലോഡ് ചെയ്തെടുക്കാം. ഞാൻ അതിനെ DF എന്നുള്ള ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യാണ്. ഇതൊരു ഡേറ്റ ഫ്രെയിം ആണല്ലോ. ഞാനിവിടെ DF എന്നുള്ള ഒരു വേരിയബിളിനകത്തേക്ക് അതിനെ സ്റ്റോർ ചെയ്യുന്നു. ദെൻ DFനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. യെസ്, ഇങ്ങനെയാണ് റീഡ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മുടെ ഡേറ്റ സെറ്റ് ഇങ്ങനെയാണ് റീഡ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്കതിനെ ഡയറക്റ്റ്ലി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സൽ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിവിടെ ആറിൽ ലോഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ CSV ഫയൽസിനെ നമുക്ക് ഇങ്ങനെ ലോഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് എക്സൽ ഡേറ്റ സെറ്റുകളെ ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച എക്സൽ ഡേറ്റ സെറ്റിൻ്റെ പാത്ത് കോപ്പി ചെയ്യാണ്. ഡേറ്റ സെറ്റ്സിൽ ഞാൻ നേരത്തെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പിൾ സ്റ്റോക്ക് എന്നുള്ള ഒരു ഡേറ്റ സെറ്റിൻ്റെ പാത്ത് ഞാനിവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ആസ് പാത്ത്. ദെൻ ആർ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ എക്സൽ ഡേറ്റ സെറ്റുകളെ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈബ്രറിയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പാക്കേജിൻ്റെ ആവശ്യമുണ്ട്. അതിന് മുന്നേ എന്താണ് പാക്കേജ്? പാക്കേജ് എന്ന് പറയുന്നത്, പാക്കേജ് അല്ലെങ്കിൽ ലൈബ്രറീസ് എന്ന് പറയുന്നത് കോഡുകളുടെ കളക്ഷനാണ്. അതായത് ഫങ്ഷൻസിൻ്റെയും ഡാറ്റയുടെയും ഒക്കെ ഒരു കളക്ഷനാണ് പാക്കേജ് എന്ന് പറയുന്നത്. Libraries or packages are collection of functions and data and documentations that extends R's capabilities. അപ്പോൾ പല പർപ്പസിനുള്ള ലൈബ്രറീസ് അല്ലെങ്കിൽ പാക്കേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡേറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് dplyr. DPLYR, dplyr. ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് plotly. ഇങ്ങനെ പല തരത്തിലുള്ള പാക്കേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ എക്സൽ ഡാറ്റയെ റീഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പാക്കേജിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പേര് റീഡ് എക്സൽ എന്നുള്ളതാണ്. ഒരു പാക്കേജിനെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ
ആദ്യം നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ഡോട്ട് പാക്കേജസ് ഇതിനകത്തേക്ക് പാക്കേജിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ റീഡ് എക്സൽ എന്നുള്ളതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പാക്കേജിൻ്റെ പേര്. ആ പേര് കൊടുത്തുകൊണ്ട് നമുക്കിതിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈബ്രറി, ദെൻ ഇതിനകത്തേക്ക് നമ്മുടെ പാക്കേജിൻ്റെ പേര് കൊടുക്കുക, റീഡ് എക്സൽ. ദെൻ റീഡ് എക്സൽ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സൽ ഫയലിനെ റീഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത പാത്തിനെ പേസ്റ്റ് ചെയ്യാണ്. സ്ലാഷ് മാറ്റി കൊടുക്കാം. യെസ്, ഇവിടെ റീഡ് ചെയ്ത ഈ ഒരു ഡേറ്റ സെറ്റിനെ df എന്നുള്ള ഒരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ദെൻ dfനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആ പാക്കേജ് ഇൻസ്റ്റാൾ ആവുന്നതാണ് കാണിക്കുന്നത്. പാക്കേജ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം പാക്കേജിനെ ലോഡ് ചെയ്യാനും ഡാറ്റയെ റീഡ് ചെയ്യാനുമുള്ള കോഡ് മാത്രം റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഡേറ്റ സെറ്റിനെ റീഡ് ചെയ്ത് വന്നതായിട്ട് കാണാം. നമ്മൾ എക്സലിൽ ഓപ്പൺ ചെയ്ത അതേപോലെ തന്നെയാണ് ഈ ഡാറ്റ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഡേറ്റ്, ഓപ്പൺ, ഹൈ അങ്ങനെയുള്ള കോളംസും അതുപോലെ മൾട്ടിപ്പിൾ റോസും നമുക്കിതിനകത്ത് കാണാം. ഈ ഒരു രീതിയിലാണ് ആറിലേക്ക് ഡേറ്റ സെറ്റുകളെ ലോഡ് ചെയ്യുന്നത്. താങ്ക് യു.